പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ തൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് വിക്രമിന് തൻ്റെ താലി ഊരി നൽകി അവളുടെ വീട്ടിലേക്ക് വരികയാണ്. വേദയോട് ഒന്നും ചോദിക്കരുതെന്നും അവൾ കുറച്ച് ദിവസം മനസ്സമാധാനത്തോടെ ജീവിക്കട്ടെ എന്നും ശങ്കരനാരായണൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാവും. ശങ്കരനാരായണൻ ശ്രീകാന്തിനോടും പറയുന്നുണ്ട്, ശ്രീകാന്ത് ഇനിയൊരു പ്രശ്നം ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അവൾ തിരികെ വന്നു കഴിഞ്ഞു. അവൾക്ക് ഇപ്പോൾ വേണ്ടത് മനസ്സമാധാനമാണ്. നിങ്ങൾ ആരും അവളുടെ വിവാഹത്തെക്കുറിച്ചോ വിക്രമിനെ കുറിച്ചോ അവന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയൊന്നും അവളോട് ചോദിക്കരുതെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നല്ലോ, അത് മാത്രം മതി എനിക്ക്. ഇനി ഞാൻ അവൻ്റെ പുറകെ ഒന്നും പോവില്ലെന്ന് വാക്കു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ശ്രീകാന്തിൻ്റെ ഉള്ളിൽ ശ്രീകാന്ത് സ്വയം പറയുന്നുണ്ട്, വിക്രം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വേദയുടെ മനസ്സ് മാറില്ല, അവൻ ഇല്ലാതാവണം എന്ന് തന്നെയാണ് തൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ശ്രീകാന്ത് പോലീസുകാരൻ സാബുവുമായിട്ട് ഒത്ത് ചില പ്ലാനുകളൊക്കെ ഒരുക്കുന്നുണ്ട്. അങ്ങനെ വേദയുടെ മനസ്സ് നിറയെ വിക്രം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ മുത്തശ്ശിയുടെ മടിയിൽ കിഴക്കുമ്പോഴും അവളുടെ അടുത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. വേദ, നിന്റെ മനസ്സിൽ എന്താണ്? വിക്രമനോട് നിനക്ക് സ്നേഹമുണ്ടോ അതോ എന്താ നിന്റെ മനസ്സിലെ വികാരം എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്കറിയില്ല മുത്തശ്ശി, എൻ്റെ മനസ്സ് ശൂന്യമാണ്. വിക്രമിനെ സ്നേഹിക്കണമെന്നോ വേറെ എന്താണെന്നോ എന്നൊന്നും എനിക്കറിയില്ല. വിക്രം എന്ന വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അയാൾ ഒരു ഗുണ്ടയാവുന്നതിന് കാരണം എന്താണെന്നും എനിക്ക് മനസ്സിലായിരുന്നു. നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് ഈ വിക്രം. അതുകൊണ്ട് തന്നെയാണ് ദൈവം തങ്ങളെ ചേർത്ത് വെച്ചതെന്നും വേദ പറയുന്നുണ്ട്. പക്ഷേ വിക്രമിനാണെങ്കിലും വേദ പോയതും അല്ലാതെ തന്നെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എപ്പോഴും വേദ തന്റെ റൂമിലേക്ക് വരുന്നതും തന്നോട് വഴക്കടിക്കുന്നതും ഓരോ കാര്യങ്ങളൊക്കെ വിക്രമിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ വിക്രം ബുള്ളറ്റ് എടുത്തുകൊണ്ട് രാത്രിയിൽ പോവുകയായിരിക്കട്ടെ. അപ്പോൾ ആ ഒരു സമയത്ത് സാബു പോലീസുകാരൻ്റെ ആളുകൾ വിക്രമിന് പുറകെ പോകുന്നുണ്ട്. എന്നിട്ട് അവന് ഓടിച്ച് അവനെന്തോ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വിക്രമിന്റെ കയ്യിലേക്ക് ഒരു വെടിയുണ്ട് കയ്യിൽ തുളഞ്ഞു കയറുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വിക്രം മറഞ്ഞു നിൽക്കുന്നത് ഒരു കാറിന്റെ പുറകിലായിട്ടായിരിക്കും. പോലീസുകാർ വിക്രമിനെ അവിടെയൊക്കെ നോക്കുന്നുണ്ടെങ്കിലും വിക്രമിനെ കാണുന്നില്ല കേട്ടോ. സാബുവിനെ ആണെങ്കിൽ ജയിലാക്കിയതിന് ശേഷം അവൻ നന്നായിട്ട് മർദ്ദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പക കാരണം തന്നെ സാബുവിന് നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിലാണ് വിക്രമിനെ വീണ്ടും പിടിക്കാനായിട്ട് പോലീസ് ഇറങ്ങുന്നത്. അങ്ങനെ വിക്രമാണെങ്കിലും അവൻ്റെ കയ്യിലുള്ള ആ ഒരു രക്തം പൊത്തിപ്പിടിച്ചുകൊണ്ട് ഫോൺ എടുത്തിട്ട് ആരെ വിളിക്കണം എന്നൊന്നും അറിയില്ല. അപ്പോൾ വേദയുടെ നമ്പർ കാണുന്നതും പെട്ടെന്ന് തന്നെ വേദയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ വിക്രം. അപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞ സമയത്ത് വിക്രമിൻ്റെ കോള് കാണുന്നതും വേദ ചാടി എണീക്കുന്നുണ്ട്. ആ വിക്രമാണല്ലോ, എന്താ ഇപ്പോൾ ഈ നേരത്ത്? ഹലോ വിക്രം, ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ എന്നെല്ലാം വേദ ചോദിക്കുന്നുണ്ടെങ്കിലും വേദ എന്ന് പറയാനല്ലാതെ വിക്രമിനൊന്നും ശബ്ദിക്കാനായിട്ട് കഴിയുന്നില്ല. അയ്യോ ഇത് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, എന്നെ ആരൊക്കെയോ ചേർന്ന് വെടിവെച്ചു. ഇപ്പോൾ അവശ്യ നിലയിൽ ഞാനുണ്ട്. സ്ഥലം എവിടെയാണെന്ന് പോലും എനിക്ക് വ്യക്തമല്ല. എനിക്ക് ആകെ എന്ന് പറഞ്ഞ് വീണ്ടും വിക്രമിന്റെ ശബ്ദം വല്ലാതാവുന്നുണ്ട് കേട്ടോ. വിക്രം എവിടെയാണെങ്കിലും ആ ലൊക്കേഷൻ എൻ്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യൂ. വിക്രം ആർ യു ഓക്കെ എന്നൊക്കെ വേദ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം എങ്ങനെയൊക്കെയോ ആ ലൊക്കേഷൻ വേദയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും വിക്രം അവിടെ തളർന്ന് വീണ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് വേദ ആരും അറിയാതെ കാർ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. വിക്രം ലൊക്കേഷൻ അയച്ച ആ ഒരു ഭാഗത്തൊക്കെ നോക്കുന്നുണ്ടെങ്കിലും വിക്രമിനെ കാണുന്നില്ല. പിന്നെയാണ് ഒരു വണ്ടിക്ക് പുറകെയായിട്ടൊരു നിഴൽ രൂപം പോലെ വിക്രമിനെ കാണുന്നത് കേട്ടോ വേദ. അപ്പോൾ വേദ ഓടി ചെന്നിട്ട് വിക്രമിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. വിക്രം ഒന്നുമില്ല, ഞാൻ വന്നു ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറയുമ്പോൾ കുഴഞ്ഞ ശബ്ദത്തിൽ വിക്രം പറയുന്നുണ്ട്, വേദ എൻ്റെ പുറകെ പോലീസുകാരുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയ്യോ വിക്രം ഹോസ്പിറ്റലിൽ പോകാതെ ശരിയാവില്ല, നല്ല ബ്ലഡ് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവൻ്റെ മുറിവെല്ലാം തൻ്റെ ഷോൾ ഉപയോഗിച്ച് നന്നായിട്ട് കെട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് തൻ്റെ കാറിൽ കയറ്റി അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ആരും കാണാതെ വിക്രമിനെ എങ്ങനെയൊക്കെയോ അവളുടെ റൂമിലേക്ക് ആക്കുന്നുണ്ട്. ആ സമയത്ത് തറയിലും സ്റ്റെപ്പുകളിലും ഒക്കെ ആയിട്ട് ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ടാവും. അപ്പോൾ വിക്രമിനെ റൂമിലാക്കിയതിന് ശേഷം വേദ മറ്റാരും കാണാതിരിക്കാനായിട്ട് അതെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. ശ്രീകാന്ത് ഈ സമയം താഴേക്ക് വെള്ളം എടുക്കാനായിട്ട് വരുമ്പോൾ വേദ എന്തോ മറയ്ക്കുന്നത് പോലെയൊക്കെ ശ്രീകാന്തിന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഈ സമയത്ത് ഇവിടെ ചെയ്യുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, വെള്ളം എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് വേദ ഒരു കുപ്പി വെള്ളവുമായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ വേദയെ സംശയത്തോടെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത്. അതിനുശേഷം വേദയാണെങ്കിൽ അവൻ്റെ ബ്ലഡ് എത്രയായിട്ട് നിൽക്കുന്നില്ല, ബുള്ളറ്റ് കൊണ്ടു എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നിട്ട് വേദ തൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദ തൻ്റെ ഭർത്താവിന് ഒരു അപകടം പറ്റിയെന്ന് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലാക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും കുറച്ച് മെഡിസിൻ കുറിച്ച് തരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്ടർ മെഡിസിൻ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബുള്ളറ്റ് പോയിട്ടുണ്ട്. വേദ ഞാൻ പറയുന്ന പോലെയൊക്കെ നീ ചെയ്യുക, എനിക്ക് എന്തായാലും ഈ സമയം അവിടെ വരാൻ കഴിയില്ലല്ലോ, ഹോസ്പിറ്റലിലേക്ക് അവരെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നോടൊന്നും തോന്നരുത്, എനിക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ വയ്യ. ഇപ്പോൾ ഈ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഡേഞ്ചർ ആണെന്ന് പറയുമ്പോൾ വേദയ്ക്ക് അവളെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിക്രമാണെങ്കിൽ വേദന കൊണ്ട് പിളയുമ്പോൾ വേദ അവന്
ഊഹിക്കാത്ത രൂപത്തിൽ അവൻ്റെ കയ്യിലെ തുടയിൽ നിന്നുള്ള ഒരു ബുള്ളറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോഴേക്കും വിക്രം ഒന്ന് മയങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. ശേഷം വിക്രം ഉണരുമ്പോഴേക്കും വേദ അതെല്ലാം ക്ലീൻ ചെയ്ത് തൻ്റെ ആ മുറിവ് മരുന്ന് വെച്ച് കെട്ടുമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വേദയാണെങ്കിൽ അവളുടെ ആ ഫ്രണ്ട് പറഞ്ഞു കൊടുത്ത പ്രകാരമാണ് വേദ അതൊക്കെ ചെയ്യുന്നത്. ഇപ്പം രാവിലെ ആകുമ്പോഴത്തേക്കും വിക്രമിന് നല്ല വേദനയ്ക്കൊക്കെ നല്ല കുറവുണ്ട്, ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. രക്ഷപ്പെട്ടു. എന്തായാലും ഇനി BP ഒന്നും കൂടാതെ നോക്കണം. അങ്ങനെ വേദ വന്നിട്ട് BP ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ നോർമൽ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ തന്നെ അവളുടെ ഫ്രണ്ടിനെ വിളിച്ച് വേദ പറയുന്നുണ്ട് എല്ലാം ഓക്കെ ആയിട്ടുണ്ടെന്ന്. അങ്ങനെ വിക്രം പറയുന്നുണ്ട് ഒരുപാട് താങ്ക്സ് എന്ന് ആ ഫ്രണ്ടിനോട് പറയുമ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട് എന്നോട് എന്തിനാ താങ്ക്സ് പറയുന്നത്, അത് ഇയാളുടെ ഭാര്യയോട് പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ നിന്ന് എല്ലാം പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് തൻ്റെ അടുത്തൂടെ കാര്യങ്ങളെല്ലാം ചെയ്തത് വേദ മാത്രമാണ്, വേദകാരനാണ് വിക്രം ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. എന്തായാലും സൂക്ഷിക്കണം, വേദ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ആ സ്നേഹം നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഫോൺ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം വേദയുടെ അടുത്ത് വിക്രം പറയുന്നുണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറയാണ് കേട്ടോ, അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ താഴേക്ക് പോവുകയാണ്. വേദയെ കാണുന്നതും പത്മ പറയുന്നുണ്ട് മോളെ വാ ഇരിക്കുക നമുക്ക് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ വേദയാണെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ 4-5 ഇഡ്ഡലിയും കുറച്ച് സാമ്പാറൊക്കെ കൂടുതലായിട്ട് എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്താ മോളെ നീ ഇവിടുന്ന് കഴിക്കാത്തത്, ഒരു ചേഞ്ച് ചോദിക്കുമ്പോൾ ഒരു ചേഞ്ച് ആർക്കാമേ ഇഷ്ടപ്പെടാതെ, ഇന്ന് ഞാൻ റൂമിലിരുന്ന് കഴിച്ചോളാം, എനിക്കിപ്പോൾ നല്ല വിശപ്പാണ്, അതുകൊണ്ട് ഇത്ര കുറേ എടുത്തത്, വിശപ്പൊക്കുമ്പോഴൊക്കെ എടുത്ത് കഴിക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒരുപാട് ഇഡ്ഡലിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അത് കാണുന്നതും വർഷയും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇവൾ ആദ്യം ഇത്രയൊന്നും ഭക്ഷണം കഴിച്ചില്ലല്ലോ, ഇവൾക്കിപ്പോൾ ഭക്ഷണം കഴിക്കാഞ്ഞിട്ട് മുട്ടിയോ എന്നൊക്കെ ചിന്തിച്ച് പോവാണ്. അതിനുശേഷം വേദയാണെങ്കിലും റൂമിലെത്തി പെട്ടെന്ന് കഥ കടച്ചിട്ട് വിക്രമിന് കൊടുക്കുന്നുണ്ട്. വിക്രമാണെങ്കിൽ അതെല്ലാം ആർത്തിയോടെ കഴിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി നിങ്ങളുടെ തീറ്റ കണ്ടപ്പോൾ. അങ്ങനെ അതിനുശേഷം വേദ വിക്രമിനെ ബാത്റൂമിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ വിക്രമിന് മാറി ഉടുക്കാനായിട്ട് ഡ്രസ്സൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ വേദയുടെ അടുത്ത് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും, തൽക്കാലം ഞാൻ ശ്രീയേട്ടൻ്റെ 2-3 മുണ്ട് എടുത്തുകൊണ്ട് വരാം എന്ന്, അത് മാറ്റി ഉടുത്താൽ മതി എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിക്രമിൻ്റെ ഡ്രസ്സെല്ലാം ആരും കാണാതെ അടക്കിയെല്ലാം ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ദീപ്തി കുളിക്കാൻ വേണ്ടിയിട്ട് കയറുമ്പോൾ അവളുടെ റൂമിൽ വെള്ളം വരുന്നില്ല, അവളിനി ചേച്ചിയുടെ റൂമിലെ ബാത്റൂമിൽ കുളിക്കാം എന്ന് കരുതി വരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ദീപ്തി വന്ന് വാതിൽ മുട്ടുമ്പോൾ വേദ ചെന്ന് വാതിൽ തുറക്കാതെ അയ്യോ ദീപ്തിയാണല്ലോ എന്തായാലും ബാത്റൂമിൽ ഒളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിൻ്റെ ബാത്റൂമിലും ഒളിപ്പിക്കുന്നുണ്ട്. തുടർന്ന് ചേച്ചിയുടെ ബാത്റൂം ഞാനൊന്ന് യൂസ് ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ അതെന്താ എന്ന് വേദ ചോദിക്കുമ്പോൾ എൻ്റെ ബാത്റൂം എന്തിനാ യൂസ് ആക്കുന്നത്, നിൻ്റെ റൂമിലും ബാത്റൂം ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല ചേച്ചി അതിൽ വെള്ളം വരുന്നില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്, ഞാനിപ്പോൾ ഇവിടുത്തെ ബാത്റൂമിൽ കുളിക്കട്ടെ, പെട്ടെന്ന് തന്നെ എനിക്ക് കോളേജിലേക്ക് പോകണ്ട എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അതൊന്നും പറ്റില്ല, ഞാനിവിടെ കഴുകാനായിട്ട് അവിടെ മരുന്നൊക്കെ അടിച്ചു വെച്ചതാണ്, ആ വഴിക്ക് വീഴും എന്നൊക്കെ വേദ പറയുന്നുണ്ടെങ്കിലും അതൊന്നും സാരമില്ല ചേച്ചി, ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ദീപ്തി നിൽക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ദീപ്തിയെ അവിടെ നിന്ന് ഒഴിവാക്കി വിടുകയാണ് കേട്ടോ വേദ ചെയ്യുന്നത്. ആ സമയം ബാത്റൂമിൽ ഒളിച്ചിരിക്കാനുള്ള വിക്രം ഇവരെ ആരും കാണാതെയാണ് കേട്ടോ ആ റൂമിലൊക്കെ താമസം. അങ്ങനെ ദീപ്തിയെ അവിടെ നിന്നും ഒഴിവാക്കിയതിന് ശേഷം വിക്രം വീണ്ടും ബെഡിൽ വന്നിരിക്കുകയാണ്. വേദയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒരു സംശയമുണ്ട്, വേദ എന്താ റൂമിൽ തന്നെ കഴിയുന്നത്, അവൾ പുറത്തിറങ്ങുന്നില്ലല്ലോ. അങ്ങനെ വിക്രമുമായിട്ട് അവൾ സംസാരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ വിക്രമിന് കുറേയൊക്കെ സുഖമാകുമ്പോൾ വിക്രം അവളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ് എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട വിക്രം, കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും വേണ്ട, ഇനിയിപ്പോൾ ഇത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത് വലിയ വിഷു ആകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി തന്നെ വിക്രം അതിൽ ചാടി പോവാണ്. വേദിക്കാണെങ്കിൽ വിക്രം പോയപ്പോഴത്തേക്കും വല്ലാതെ തന്നെ മിസ്സിങ് ആവുന്നുണ്ട് കേട്ടോ. അന്ന് രാത്രി ദീപ്തി അവളുടെ അരികിലേക്ക് കിടക്കാനായിട്ട് വരുന്നുണ്ട്. തുടർന്ന് എന്താ ഇവിടെ ആരോ താമസിച്ച പോലെ തോന്നുന്നുണ്ടല്ലോ ചേച്ചി, എന്തെങ്കിലും ഉടായ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മറ്റൊരാളുടെ ഒരു സ്മെൽ ഇവിടെ ഉള്ള പോലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നിനക്ക് തോന്നുക എന്ന് പറഞ്ഞുകൊണ്ട് വേദ തടിതപ്പാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്